السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഭവനത്തിൽ ഇത്തികാഫിന് നിയ്യത്തോടു കൂടി ഇരിക്കുന്ന ഇരുത്തൊക്കെ വലിയ സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ മഹല്ല് പള്ളിക്ക് ചുറ്റും അന്തിയുറങ്ങുന്ന മുത്തു മുഅ്മിനീങ്ങൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. രോഗങ്ങളെ കൊണ്ട് വിഷമനുഭവിക്കുന്ന പല ആളുകളും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാടുകളിലൊക്കെ വേദന കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ശിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ രോഗങ്ങൾ വരിക എന്നുള്ളത് മനുഷ്യനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കിടക്കുന്നത്. എത്ര സമ്പത്തുണ്ടെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു വിഷമം നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ മനുഷ്യൻ തളർന്നു പോകുകയാണ്. അള്ളാഹു ഈമാനിന്റെ ഖുവ്വത്ത് കൊണ്ട് ഏത് പ്രതിസന്ധികളെയും നേരിടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മുസീബത്ത് ആഫത്തുകളെ തൊട്ട് അള്ളാഹു നമ്മളെയും കുടുംബത്തേക്ക് കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ചെറുതു വരുമ്പോഴേക്ക് നമുക്കൊക്കെ വലിയ പ്രയാസം. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകള്, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ തേടി കണ്ടെത്തും. ഏതാ ഈ ശരീരം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യകുലത്തിന്റെ ആത്മാക്കളെ എല്ലാത്തിനെയും അല്ലാഹു തആല സൃഷ്ടിച്ചു. ശേഷം ഉമ്മയുടെ വയറ്റിൽ വെച്ച് 4 മാസം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് പെട്ട ഈ ഒരു ബോഡി, ഈ ഒരു ജസദ് എന്തിന്? ഈ ദുനിയാവിൽ ആ ആത്മാവിനെ ജീവിപ്പിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള ഈ ഒരു വാഹനമാണ് ഈ ബോഡി. ഈ ബോഡിക്ക് ഒരു പ്രയാസം വരുമ്പോഴാണ് നമ്മൾ ചികിത്സ കണ്ടെത്തുന്നത്, രോഗത്തെ നിർണയിക്കുന്നത്. ആ ശരീരമോ ആ ജസദോ മരണത്തോടുകൂടി കബറിൽ ചെന്ന് കഴിഞ്ഞാൽ കബറിൽ പോകുകയാണ്. എന്നാൽ അതിന്റെ മുന്നേയും അതിന്റെ ശേഷവും നിലനിൽക്കുന്ന ഈ ആത്മാവിന് രോഗം വരുമ്പോ ചികിത്സിക്കാൻ കഴിയാത്ത നമ്മൾ എന്ത് ഹതഭാഗ്യവാന്മാരാ. പ്രിയപ്പെട്ടവരെ, ആത്മാവിന് ഒരുപാട് രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾക്ക് നമ്മൾ ചികിത്സ നടത്തണം. പ്രിയപ്പെട്ടവരെ, ഈ ചികിത്സ നടത്തണമെങ്കിൽ ആദ്യം രോഗം എന്താണെന്ന് നമ്മൾ നിർണയിക്കപ്പെടേണ്ടേ. നമ്മുടെയൊക്കെ ആത്മാവിനെ നേരിടുന്ന വലിയ വലിയ രോഗങ്ങളുണ്ട്. അത് തിരിച്ചറിയുമ്പോഴാണ് ആ രോഗത്തിന് ചികിത്സ നടത്താൻ നമുക്ക് കഴിയാം. ഇന്നത്തെ ഖുതുബയിൽ പ്രതിപാദിക്കുന്ന ഒരു രോഗമുണ്ട്. ഒരുപാട് രോഗങ്ങളുണ്ട്. കിബർ, ഉജ്ബ്, റിയാ, ഹസദ്, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ. നമ്മളൊക്കെ 5 വക്ത് നിസ്കരിക്കുന്നവരാണ്, സ്വതക്ക കൊടുക്കുന്നവരാണ്. ഒരു വിഷയം വരുമ്പോ അള്ളാഹുവിനെ മുൻനിർത്തി ഇടപെടുന്നവരാണ്. ഈ അമലുകളൊക്കെ നിഷ്ക്രിയമാക്കുന്ന പലജാതി അസുഖങ്ങൾ നമ്മുടെ ആത്മാവിനുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇബാദത്തുകൾക്ക് കബൂലിയത്ത് ഉണ്ടാകുന്നത്. അള്ളാഹു അത്തരം രോഗങ്ങൾ തിരിച്ചറിയാനും ചികിത്സിക്കാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സദസ്സിലേക്ക് കടന്നു വരിക. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് കടന്നു വരിക. ഏത് സിറ്റുവേഷനിലാ? വനഹ്നു നതദാക്കറു അൽ മസീഹ ദജ്ജാൽ. ദജ്ജാലിനെ പറ്റി പരസ്പരം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോയാ അള്ളാന്റെ റസൂൽ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. ഏതാ ഈ മസീഹ് ദജ്ജാൽ? ആഖിർ സമാൻ വരുമ്പോ നമ്മുടെ ഏറ്റവും വലിയ ഫിത്നയായി, എത്രത്തോളം നിസ്കാരത്തിൽ പോലും അവസാന സമയത്ത് പടച്ച റബ്ബിനോട് നമ്മൾ കാവൽ ചോദിക്കുന്ന മിൻ ഫിത്നത്തുൽ മസീഹ് ദജ്ജാൽ, ആ മസീഹ് ദജ്ജാലിനെ പറ്റി അവർ പരസ്പരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. സ്വഹാബത്ത് അങ്ങനെ പ്രിയപ്പെട്ടവർ ഒഴിവിട്ടുന്ന സമയമൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ സംസാരങ്ങളൊക്കെ അള്ളാന്റെ റസൂല് പറഞ്ഞു വെച്ചിട്ടുള്ള ഈ സംഗതികളിലാക്കാരം. എന്തായിരിക്കും അവസ്ഥ? 1400 വർഷങ്ങൾക്ക് മുമ്പേ പിൽക്കാലത്ത് വരാനിരിക്കുന്ന ആഖിർ സമാനിൽ വരുന്ന ദജ്ജാലിനെ പറ്റി അവർ ചർച്ച ചെയ്യാം. നമ്മള് ആഖിർ സമാന്റെ പടിവാതിൽക്കൽ എത്തിയിട്ടും ഞമ്മക്ക് ആ ചിന്ത വരുന്നില്ല. അള്ളാഹു നല്ല ബുദ്ധി പ്രദാനം ചെയ്യട്ടെ. വലിയ ഫിത്നയായ ഈ ദജ്ജാലിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുമ്പോ അള്ളാഹിന്റെ റസൂൽ ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഇത് കണ്ടപ്പോ, ഈ ചർച്ച ഇങ്ങനെ കണ്ടപ്പോ റസൂൽ അവരോട് ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിൻ മസീഹി ദജ്ജാൽ. നിങ്ങൾ ഈ പേടിച്ച് ചർച്ച ചെയ്യുന്ന, വല്ലാതെ പേടിക്കുന്ന ഈ ഫിത്നയായ മസീഹ് ദജ്ജാലിനേക്കാൾ നിങ്ങളുടെ മേൽ ഞാൻ പേടിക്കുന്ന ഒരു സംഗതി ഉണ്ട്. അതൊന്ന് ഞാൻ പറഞ്ഞു തരട്ടെ സ്വഹാബ? അലാ യാ റസൂലല്ലാഹ്, നബി ഒന്ന് പറഞ്ഞു തരി. അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ആ വലിയ ഫിത്ന ഏതാ പ്രിയപ്പെട്ടവരെ? നമ്മുടെ കൽബിന്റെ അസുഖമായിട്ടുള്ള അശ്ശിർകുൽ ഖഫീ. അശ്ശിർകുൽ ഖഫീ. ശിർക്ക് ചെയ്യണ്ടോ ചോദിച്ചാൽ നമ്മളാരും ചെയ്യണില്ല എന്ന് പറയാം. അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത പാപ ശിർക്ക്.
പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നുണ്ട്. അതാ റസൂൽ പറഞ്ഞു കൊടുത്ത ആ ഏറ്റവും വലിയ ഫിത്ന അശ്ശിർകുൽ ഖഫി. എന്റെ ഉമ്മത്ത് പേടിക്കേണ്ട ഒരു വിഷയം ശിർകുൽ ഖഫിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അതിന്റെ ശേഷം എന്താണ് ശിർകുൽ ഖഫി എന്ന് വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും, അവന്റെ നിസ്കാരത്തിന് വല്ലാതെ ഖുശൂലും ഖുദൂലും ആക്കിയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ നിസ്കരിക്കും. പക്ഷേ അവന്റെ മനസ്സിന്റെ ഉള്ളില് ഞാൻ അങ്ങനെ നിസ്കരിക്കുന്നത് മറ്റുള്ളവരെ കാണട്ടെ എന്നുള്ളൊരു ചിന്ത, റിയാ, നമ്മുടെ ഇബാദത്ത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക, അത് ശിർക്കാ. കാരണം അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹിന്റെ ഇബാദത്തിൽ മറ്റൊരാളെ ചേർക്കണല്ലോ നമ്മൾ. നിസ്കാരവും ഇബാദത്തും പടച്ച റബ്ബിലേക്ക് ആക്കുന്നതിന് പകരം മറ്റു ചില ആളുകൾക്ക് കൂടി നമ്മൾ അതിൽ കൂട്ടിച്ചേർക്കുമ്പോ അത് ശിർകുൽ ഖഫിയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ആഖിറത്തിൽ വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ആദ്യമായി ജനങ്ങളെ ഖലാഇ ഇങ്ങനെ ഹിസാബ് നടത്തപ്പെടുമ്പോ ആദ്യം കൊണ്ടുവരുന്നപ്പോഴേ അള്ളാഹിന്റെ മാർഗത്തിൽ ഇങ്ങനെ യുദ്ധം ചെയ്ത മനുഷ്യനെ കൊണ്ടുവരുമത്രേ. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യനെ വിളിച്ചിട്ട് ചോദിക്കും, എന്താ പറ്റി ചെയ്തത്? അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു, ഷഹീദായി രക്തസാക്ഷ്യം വഹിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അല്ല പറയത്ര മനുഷ്യന്റെ മുഖത്ത് നോക്കി, നീ പറഞ്ഞത് കള്ളമാണ്, നീ യുദ്ധം ചെയ്തിട്ടുണ്ട്, പക്ഷേ ആളുകൾക്കിടയിൽ നീ വലിയ ധീരനാണെന്ന് പറയാനാ യുദ്ധം ചെയ്തത്. അത് ദുനിയാവിൽ പറയപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവന് മുഖത്തിലൂടെ വലിച്ചേച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകും. നഊദുബില്ലാഹ്. അടുത്തത് കൊണ്ടുവരുന്ന ആലിമിനെയാണ്. ആലിമിനോട് അവന്റെ നിയമത്തുകൾ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കും, എന്ത് ചെയ്തു ഈ വിഷയത്തിൽ? അവൻ പറയും, പഠിച്ചോനെ, ഞാൻ കുറെ ഇൽമു പഠിച്ചു, ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇൽമു പറഞ്ഞു കൊടുത്തു, ജുമാന്റെ മുമ്പൊക്കെ ഒരുപാട് നസീഹത്ത് പറഞ്ഞു കൊടുത്തു. അല്ലാഹ് പറയും അവന്റെ മുഖത്ത് നോക്കിയിട്ട്, പറഞ്ഞത് കള്ളമാടാ, നീ അത് ചെയ്തിട്ടില്ല, പക്ഷേ നീ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? നീ വലിയ വക്തിയാണെന്ന് പറയാൻ, നീ വലിയ ആലിമാന്ന് പറയാൻ, എന്റെ സംസാരം ഉഷാറാന്ന് പറയാൻ നീ ചെയ്തിട്ടുണ്ട്, അത് പറയപ്പെട്ടിട്ടുണ്ട്. അവനെയും കൊണ്ടുപോകും നരകത്തിലേക്ക് വലിച്ചെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത് കൊണ്ടുവരുന്ന ഒരുപാട് സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച മനുഷ്യനെ പറ്റിയ. അവിടെയും ചോദിക്കും, ഈ സമ്പത്ത് നൽകിയ നിഅമത്ത് കാണിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്തു? അല്ലാഹുവേ, നീ എനിക്ക് ഒരുപാട് സമ്പത്ത് തന്നപ്പോ ഏതെല്ലാം മാർഗത്തിലാണോ നീ സമ്പത്ത് ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആ മാർഗത്തിലെല്ലാം ഞാൻ സമ്പത്ത് ചെലവാക്കിയിട്ടുണ്ട് അല്ലാ എന്ന് പറയുമ്പോ നീ പറഞ്ഞത് കളവാണ്. നീ സമ്പത്ത് ചെലവാക്കിയിട്ടുണ്ട് ശരിയാണ്, പക്ഷേ ആളുകൾക്കിടയിൽ നീ വലിയ ധർമ്മിഷ്ഠൻ എന്ന് പറയാൻ, നീ സമ്പത്ത് ചെലവാക്കുന്ന ആളാന്ന് പറയാൻ നീ ചെയ്തിട്ടുണ്ട്, അത് ആളുകൾ പറയപ്പെട്ടിട്ടുണ്ട്. അവനെയും മുഖത്തെ വലിച്ചേച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചെയ്യുന്ന അമലിൽ അറിയാതെ പറ്റിപ്പോകുന്ന റിയാ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ രോഗത്തെ തിരിച്ചറിയണം. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആരെങ്കിലും നമ്മൾ ചെയ്ത നന്മയുടെ പേരിൽ ഒരു സ്തുതി ഇങ്ങനെ പറയുമ്പോ നമുക്ക് വല്ലാത്തൊരു സുഖം തോന്നുന്നുണ്ട്, അപ്പൊ അടുത്ത നിസ്കാരം ഒന്നുകൂടി ഉഷാറാക്കുക. അത് റിയാഇന്റെ അടയാളാണ്. ആളുകൾക്കിടയിൽ നിസ്കരിക്കുമ്പോ, ആളുകൾക്കിടയിൽ ഇബാദത്ത് ചെയ്യുമ്പോ, ആളുകൾക്കിടയിൽ സംഭാവന കൊടുക്കുമ്പോ അത് ഓനക്ക് ഭയങ്കര ഉന്മേഷവും ആവേശവും. എന്നാൽ സ്വകാര്യമായിട്ടൊരു സംഭാവന കൊടുക്കാൻ ആരും കാണാതെ ഗൂഗിൾ പേയിൽ കൊടുക്കുമ്പോ അപ്പൊ ചിലപ്പോ 10 - 20 കൊടുത്തിട്ട് അവിടെ നിർത്തി വെക്കും. ആളുകളിൽ പറയാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ കൊടുക്കുമ്പോ നല്ല സംഖ്യം കൊടുക്കും. ആ സ്വതക്കൊന്നും പ്രിയപ്പെട്ടവരെ പടച്ച റബ്ബിന് ആവശ്യമില്ല. നാളെ ആഖിറത്തിൽ ആ നന്മയുടെ പേരിൽ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ അമലുകളെ കാർന്നുന്ന ആത്മാവിനെ നശിപ്പിക്കുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് റിയാ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഇബാദത്തുകളെ കാഴ്ചവെക്കുക എന്നുള്ളത് ഉണ്ടാവരുത് പ്രിയപ്പെട്ടവരെ. അതിന് പരിഹാരമായിട്ട് ഒരുപാട് ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളൊക്കെ പറയുന്ന ഒരുപാട് സംഗതികളുണ്ട്. നമ്മൾ സമൂഹമായിട്ട് ഒരുപാട് അമല് ചെയ്യണമെങ്കിൽ സ്വകാര്യമായിട്ട് കുറച്ച് അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആരും കാണാത്ത കുറച്ച് അമലുകൾ വീടിന്റെ ഉള്ളറകളിൽ വെച്ചിട്ട്, ആരും കാണാത്ത വീടിന്റെ റൂമിൽ വെച്ചിട്ട് നമ്മൾ നിത്യമായി ചെയ്യുന്ന ചില അദ്കാറുകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ, ദുആകൾ, ഖിറാത്ത്, അത് ആരും കാണാൻ വേണ്ടിയല്ല. പള്ളിയിൽ നല്ലതില്ല എന്നുകൊണ്ടല്ല, മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ട് ആൾക്കാർ കൂടുമ്പോൾ ഈ ഒരു ചിന്ത ഇബ്ലീസ് നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരും, സ്വാഭാവികമാണ്. പക്ഷെ അതിനൊരു പരിഹാരം വന്നോണം. സ്വകാര്യതയിൽ ആരുമില്ലാത്ത സമയത്ത്, ആരും കാണാത്ത സമയത്ത് ഒരു പതിവായ അമല് പ്രിയപ്പെട്ടവരെ എന്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതിലൊന്നും ആരും ഒഴിവല്ല. കേൾക്കുന്ന നിങ്ങളോ സംസാരിക്കുന്ന ഞാനോ ശുദ്ധന്മാരല്ല ഇതിലൊന്നും. ഇബ്ലീസ് എപ്പോഴും, കാരണം ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ വൈബ് വെച്ച് ഇങ്ങനെ നടക്കാനോ ഓനക്ക് ഇഷ്ടം. ഒക്കെ നന്നായി പള്ളിയിലോ മറ്റോ ഒന്നും വല്ല അമലും ഓനക്ക് ഉണ്ടെങ്കിൽ അത് എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടാനുള്ള പണിയൊക്കെ കൊടുക്കും. ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട് അമലുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്, ഞാൻ ദീർഘിപ്പിക്കില്ല. അപ്പൊ ഈ അമൽ എന്തെങ്കിലും എങ്ങനെങ്കിലുമൊക്കെ പൊളിച്ചിടാൻ വേണ്ടി ഇബ്ലീസ് എടുക്കുന്ന ഒരുപാട് പണികളിൽപ്പെട്ട ഒരു പണിയാണ് റിയാ.
പരിശുദ്ധ ഖുർആനിൽ നമ്മളൊക്കെ ഓതുന്ന ചെറിയൊരു സൂറത്തുണ്ട്, അറൈത സൂറത്തിന്റെ വൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. നിസ്കരിക്കുന്ന ആളുകൾക്കാണ് വൈലെന്ന നരകമെന്ന് പരിശുദ്ധ ഖുർആൻ. അവൻക്കാ നരകമെന്ന് പേടിക്കേണ്ട പ്രിയപ്പെട്ടവരെ. ശേഷം പറയുന്നത് എങ്ങനത്തെ നിസ്കാരക്കാരാ? അല്ലദീന ഹും യുറാഊൻ. അവരുടെ നിസ്കാരം ആളുകളെ കാണിക്കാൻ വേണ്ടിട്ട്. ഞാൻ ഇപ്പൊ നിസ്കരിച്ചില്ലെങ്കിൽ ആൾക്കാരെന്ത് പറയുന്നു എന്ന് വിചാരിച്ചിട്ടാ അവന്റെ നിസ്കാരം. അപ്പൊ ആളുകളുടെ മുമ്പിൽ ഒരു ഷൈൻ ചെയ്യാനുള്ള നിസ്കാരം കാര്യമില്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹു നമ്മുടെ ആത്മാവിനെ നന്നാക്കി തിരുമാറാവട്ടെ. നമ്മുടെ ആത്മാവിനെയും അമലുകളെയും പിച്ച് ചീഞ്ചുന്ന ആ ഏറ്റവും മാരകമായ റിയാ എന്ന് പറയുന്ന, ലോകമാന്യം എന്ന് പറയുന്ന അസുഖത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സ നടത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ ആത്മാക്കൾക്കുള്ള രോഗങ്ങളെ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ശാരീരികമായ രോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ഒരുപാട് സാമ്പത്തികം നമ്മൾ ചെലവഴിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ആത്മാവിനെ നേടുന്ന ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമലുകളും ഇഖ്ലാസുള്ള അമലായി നമ്മൾ കബൂൽ ചെയ്യട്ടെ. റിയാഇന്റെ ഓപ്പോസിറ്റ് ആയി കിടക്കുന്ന സംഗതിയാണ് ഈ ഇഖ്ലാസ് എന്നുള്ളത്. എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥത വേണം. പടച്ച റബ്ബ് എന്നുള്ള ചിന്തക്കപ്പുറത്തേക്ക് ഒന്നിനും നമ്മൾ വാല്യൂ കൊടുക്കരുത്. നന്മകളിൽ ആളുകൾ എന്ത് പറഞ്ഞോ, നന്മ പറഞ്ഞോ, തിന്മ പറഞ്ഞോ, അതിനൊരു വാല്യൂ നമ്മൾ കൊടുക്കരുത്. അള്ളാന്റെ മുമ്പിൽ ഇതൊരു സ്വീകാര്യമാണോ എന്നുള്ള ചിന്ത മാത്രമായിരിക്കണം ഓരോ ഇബാദത്തിന്റെ പിന്നിലും. അള്ളാഹു അങ്ങനെയുള്ള ഇബാദത്തായി അമലായി നമ്മൾ കബൂൽ ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളിലും കാര്യങ്ങളിലൊക്കെ വലിയ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ നൽകുന്ന ദാനധർമ്മങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ നിഅ്മത്തിനും പടച്ച റബ്ബിനിക്കുള്ള ശുക്രിനിക്കുമുള്ള കാരണങ്ങളാക്കി അല്ലാഹു തആല മാറ്റി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.